വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാൾ മഹോത്സവത്തിന് വൻ ഭക്തജനത്തിരക്ക്. ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് മയ്യഴിയിലേക്ക് ഒഴുകിയെത്തുന്നത്. ദേവാലയവും പരിസരവും തീർത്ഥാടകരാൽ തിങ്ങി നിറയുകയാണ്. പ്രധാന തിരുനാൾ ദിനമായ 14-ന് തിരുനാൾ ജാഗരത്തിൽ രാവിലെ 7-നും 10-നും ഫാദർ ഫിമൽ ഫ്രാൻസിസ് ദിവ്യബലി അർപ്പിക്കും. വൈകിട്ട് 5:30-ന് കോഴിക്കോട് അതിരൂപത വികാരി ജനറൽ ജോൺസൺ പുത്തൻവീട്ടിൽ ദിവ്യബലി അർപ്പിക്കും. രാത്രി 8-ന് അലങ്കരിച്ച തേരിൽ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള നഗരപ്രദക്ഷിണം നടക്കും. 15-ന് തിരുനാൾ ദിനത്തിൽ പുലർച്ചെ 1 മുതൽ രാവിലെ 6 വരെ 100 കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ശയനപ്രദക്ഷിണവും ഉണ്ടാകും. രാവിലെ 10:30-ന് നടക്കുന്ന ദിവ്യബലിക്ക് കോഴിക്കോട് അതിരൂപത മെത്രാപ്പൊലീത്ത ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ കാർമ്മികത്വം വഹിക്കും. 22-ന് തിരുനാൾ സമാപിക്കും. അമ്മ ത്രേസ്യ ബസിലിക്ക തിരുനാളിന്റെ 9-ാം ദിവസത്തിലാണ് ഇന്ന്. ഈ ദിവസം വരെ വളരെയേറെ തീർത്ഥാടകർ ഈ ബസിലിക്കയിലേക്ക് വരികയും അമ്മ ത്രേസ്യയുടെ അനുഗ്രഹങ്ങൾ നേടുകയും ചെയ്തു. അന്ന് എല്ലാ തീർത്ഥാടകരെയും നന്ദിയോടെ ഓർക്കുന്നു. തിരുനാളിന്റെ ഇനിയുള്ള ദിവസങ്ങളിലെ തിരുക്കർമ്മങ്ങൾ നാളെയാണ് 14-ാം തീയതി. അതിന്റെ പ്രത്യേകത പ്രദക്ഷിണ ദിവസമാണ്, ആഘോഷമായിട്ടുള്ള നഗരപ്രദക്ഷിണമാണ്. അതിനുശേഷം 15-ാം തീയതി വെളുപ്പിന്, അതായത് 1 മണിയോടുകൂടി ഈ ബസിലിക്കയുടെ തന്നെ പ്രത്യേകതയായ ഉരുൾ നേർച്ച ആരംഭിക്കുകയാണ്. അത് പ്രഭാതത്തിൽ 6 മണി വരെ ഉണ്ടായിരിക്കും. അതാണ് ഒരു രണ്ടാമത്തെ പ്രത്യേകത. 15-ാം തീയതി തിരുനാൾ ദിവസമാണ്. അന്ന് ആഘോഷമായിട്ടുള്ള ദിവ്യബലി അത് 10:30-ക്കാണ്. കോഴിക്കോട് അതിരൂപത മെത്രാപ്പൊലീത്ത വർഗീസ് ചക്കാലക്കൽ പിതാവാണ് തിരുനാൾ കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്നത്. അതിനുശേഷം മാഹിയുടെ തന്നെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലയിലുള്ള പ്രമുഖരെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു സുഹൃത്ത് സംഗമം വൈകുന്നേരം 5 മണിയോടെ സംഘടിപ്പിക്കുന്നു. തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും 16 മുതൽ എല്ലാ ദിവസങ്ങളും വൈകുന്നേരം ആഘോഷമായിട്ടുള്ള ദിവ്യബലി. പിന്നീട് 19-ാം തീയതി തലശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പാമ്പ്ളാനി പിതാവ് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. 22-ാം തീയതി ഉച്ചയ്ക്ക് 10:30-ക്കുള്ള കുർബാനയ്ക്ക് ശേഷം തിരുനാളിന് കൊടിയിറക്കും.